ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 2-in-1 റെസിപ്പി ആയിട്ടാണ്. ഉഴുന്നുവടയും തൈര് വടയും രണ്ടിൻ്റെയും ബാറ്റർ ഒന്നാണെങ്കിലും ഇത് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഉഴുന്നുവടയും തൈര് വടയും പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം ഉഴുന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ പുറത്തും 2 മണിക്കൂർ ഫ്രിഡ്ജിലും. തൈര് വട ഉണ്ടാക്കാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കായപ്പൊടി, കുറച്ച് അരിപ്പൊടി, കുറച്ച് കുരുമുളക്, മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്. ഉഴുന്നിലെ വെള്ളമൊക്കെ ഞാൻ ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. മിക്സിയിലാണ് അരയ്ക്കാൻ പോണേ. മിക്സിയിൽ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം നമ്മൾ അരച്ചെടുക്കാൻ. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുക, വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുക. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം ചെയ്തെടുക്കണം. അപ്പോഴേ ഉഴുന്നുവട കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഒരുപാട് വെള്ളമായി പോയാൽ ഉഴുന്നുവട നന്നായിട്ട് വരില്ല. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് ബാറ്റർ ആണോ എന്നറിയാൻ നമുക്കൊരു ട്രിക്കുണ്ട്. ഒരു ബോളിൽ വെള്ളം ഒഴിച്ച് അതിൽ നമ്മൾ ഈ ബാറ്റർ ഇട്ട് കൊടുക്കുക. അത് ഫ്ലോട്ട് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസി ആണെന്ന് അർത്ഥം. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി ഉപ്പ്, കായപ്പൊടി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഒരു ഉഴുന്നുവട കിട്ടാനുള്ള സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ഈ ബാറ്റർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 6 to 8 മിനിറ്റ്സ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. എത്രത്തോളം ബീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നല്ല ഉഴുന്നുവട നമുക്ക് കിട്ടും. എണ്ണയിലിടുമ്പം തന്നെ വീർത്ത് പൊങ്ങി വരുന്നത് കാണാം. കുറച്ച് അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉഴുന്നുവടയുടെ ബാറ്റർ ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുകയാണ്. ഉഴുന്നുവടയിൽ ഞാൻ കുരുമുളക് ചേർക്കുന്നുണ്ട്, തൈര് വടയിൽ ചേർക്കുന്നില്ല. ഉഴുന്നുവടയിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. കുരുമുളകും ഓപ്ഷണലാണേ. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നമുക്ക് വേരിയേഷൻസ് വരുത്താം. ഉഴുന്നുവടയ്ക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ തൈര് വടയ്ക്കുള്ള വട ഫ്രൈ ചെയ്തെടുക്കാം. അടുപ്പത്ത് പാൻ വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണയൊക്കെ നമ്മുടെ ചോയ്സാണ്. കടലെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ചെറിയ ബൗളിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം കുറച്ച് കയ്യിൽ തേച്ചിട്ട് വേണം നമ്മൾ ഈ ബാറ്റർ കയ്യിൽ വെച്ചിട്ട് നടുക്ക് ഹോൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ലപോലെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാറ്ററും ചെയ്തെടുക്കാം. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇത് ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ച് ഫ്രൈ ചെയ്തെടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യുവാണെങ്കിൽ എണ്ണ കുടിക്കും. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യുവാണെങ്കിൽ അകം വേവുമില്ല, കരിഞ്ഞു പോവുകയും ചെയ്യും. തൈര് വടയ്ക്കുള്ള വടയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി ഒരു പാനിൽ വെള്ളം തിളപ്പിച്ചെടുക്കാം. തൈര് വട ഉണ്ടാക്കാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വടയത്. തിളച്ച വെള്ളം
ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വട അതിലോട്ട് ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. നല്ല തിളച്ച വെള്ളമാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. ഇനി നമ്മൾ കുരുമുളക് ചേർത്തിട്ടുള്ള ഉഴുന്നുവടയ്ക്കുള്ള ബാറ്ററും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഉഴുന്നുവടയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഉഴുന്നുവട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഔട്ടർ പോർഷൻ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റിയും കൂടിയാണിത്. തൈർ വടയുടെ വട ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് 15 to 20 മിനിറ്റായി. ഇനി ഓരോ വടയും എടുത്ത് വെള്ളം സ്ക്വീസ് ചെയ്ത് കളഞ്ഞ് മാറ്റി വയ്ക്കാം. തൈർ വടയ്ക്കുള്ള വട റെഡിയായി കഴിഞ്ഞു. ഇനി തൈര് റെഡിയാക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി വരണം. ഇതിലോട്ട് ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. തൈർ വട പ്ലേറ്റ് ചെയ്യാം. അതിന് നമ്മളൊരു ബോളിലോട്ട് വട ആദ്യമേ അറേഞ്ച് ചെയ്ത് വെക്കാം. അതിൻ്റെ മുകളിലോട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈർ വടയിലോട്ട് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി വറുത്തിടാം. മല്ലിയിലയും ബൂന്തിയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യാം. തൈർ വട നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടും കിട്ടാനുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെള്ളം സ്ക്വീസ് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ തൈര് അതിന് മുകളിൽ ഒഴിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വട തൈരിനെ അബ്സോർബ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തൈർ വട നമുക്ക് കിട്ടും. ഒരു 10 മിനിറ്റിൽ തന്നെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടേസ്റ്റി തൈർ വട റെഡി ആയിട്ടുണ്ട്. തൈര് കുറവായി പോയെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കായിട്ട് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് തൈരും ഉപ്പും കൂടി ഒന്ന് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.